തിരുവാതിരക്കളി ക്ലാസ് കാണാം. ക്ലാസ് തുടങ്ങാൻ പോവാണ്. നമസ്കാരം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ബാക്കി എടുക്കാം. ഇത് തീരാറായി. ഇപ്പോൾ ഇനി ഒരു 2 ലൈനുകൾക്ക് പാട്ടങ്ങൾ തീരും. അപ്പം ഇത് തീർന്നു. നമുക്ക് അടുത്ത് പുതിയ തുടങ്ങാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു തരാം. അപ്പം നമുക്ക് കൈയും ഇനിയിപ്പോൾ നമുക്ക് കാല് കൃത്യം കൈ വലിയ വൃത്തികളായിട്ട് കൈ കൃത്യമായിട്ട് കാല് ഒരുമിച്ച് ചെയ്യാം അല്ലേ? ഇതാണ് കൈ. ഒന്ന് ഇങ്ങനെ ശക്തിയായിട്ട് പിടിക്കാൻ ചെറുതായിട്ട് നോക്കി, വെള്ളം അകത്തരുത്, ചെറുതായിട്ട് നോക്കി. അപ്പം നമ്മൾ ഇവിടെ പോകണം. 1 2 3 4 നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്, എല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പാണ്. 1 2 3 4 1 2 3. ഇപ്പം നമ്മൾ കറങ്ങി പോവാണ്. 1 2 3 4 1 2 3 4. അപ്പം നമ്മൾ 2 പേര് വീതം ഇങ്ങനെ കറങ്ങി പോകും. അപ്പം നമ്മൾ ആദ്യം 1 2 3 4 കൊണ്ട് തമ്മിൽ കൈ മുട്ടുന്നില്ല, കൈ അടുത്ത് ദൂരെയാണ് കൈ വരുന്നത്. രണ്ടാമത്തെ 1 2 3 4. മൂന്നാമത്തെ വീണ്ടും 1 2 3 4. നാലാമത് 1 2 3 4. അപ്പം നമ്മൾ വലത് കാൽ മാത്രമേ ചവിട്ടുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇടത് കാലം ചവിട്ടുന്നില്ല, വലത് കാലം മാത്രമാണ് ചവിട്ടിക്കൊണ്ട് പോകുന്നത്. നമുക്ക് നോക്കിയാലോ ഒന്ന്. ആദ്യം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. റെഡി? 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നമ്മുടെ നിങ്ങളുടെ പ്ലേസിൽ തന്നെയാണ് വന്നത് അല്ലേ? 3 പ്രാവശ്യം ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? നമുക്കൊന്ന് നോക്കാം. 1 2 3 4 1 2. ഇങ്ങനെ പോവാം. അകത്തോട്ട് പോവാം. ഹൈറ്റുള്ളത് പുറത്തൂടെ ഒന്നുകൂടെ ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് ഇങ്ങനെ വരേണ്ടത്. 4 പ്രാവശ്യം ചെയ്യാം അല്ലേ? ഇവിടെ ശരിക്കും വന്നില്ല, കുറച്ചുകൂടെ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. വലത് കാലം തന്നെയാണ് കേട്ടോ, ഇടത് കാലല്ല. വലത് കാലം തന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇടത് കാലം ചവിട്ടിയല്ല, വലത് കാലം തന്നെയാണ്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇങ്ങനെ വരണം. മനസ്സിലായല്ലോ? നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ശരി. നമുക്ക് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് ചെയ്തു. 1 പ്രാവശ്യം ചെയ്താലോ? 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഈസി സ്റ്റെപ്പാണ് അല്ലേ? അപ്പം നന്നായിട്ട് മനസ്സിലായി. നമുക്കിനി അടുത്തൊരു പുതിയ സ്റ്റെപ്പ് പറഞ്ഞുതരാം. അടുത്ത സ്റ്റെപ്പ് പഠിച്ചുതരാം. അതും എളുപ്പമാണ്. 1 2 3 4. അപ്പം നമ്മൾ 1 2 നമ്മളൊന്ന് നിവർന്നിട്ട് കഴിഞ്ഞാൽ 1 2 നേരെ വെച്ച് പുറകോട്ടും ചെറുതായിട്ട് കുഞ്ഞ് 3 4 കണ്ടോ? അപ്പം 1 2 3 4 1 2 3 4. അത്രയും മനസ്സിലായാലും. പിന്നെ 1 2 3 4 അതെല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തിരിഞ്ഞു വീണ്ടും നമ്മൾ 1 2 3 4 1 2 3 4 1 2 3 4. ഇത്രയുള്ള സ്റ്റെപ്പ് കുറച്ച് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4 1
1 2 3 4 1 2 3 4 1 ഒന്നുകൂടെ ചെയ്യണം. അതാണ് കുറച്ചും കൂടെ നീങ്ങുന്നു. റെഡി 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അവിടെ സംശയം വന്നു. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും മാറി മാറി എടുത്തു. ഒരാൾ റൈറ്റ് ഒരാൾ ലെഫ്റ്റ് ആണ് എടുത്തു. നമ്മളെല്ലാം അല്ല റൈറ്റ് തന്നെയാണ്. ഒന്നുകൂടെ റെഡി 1 2 3 4 1 2 3 4 റൈറ്റ് ആണ് 1 2 3 4 1 2 3 4 1 2 3 4 റൈറ്റ് 1 2 3 4. സംശയമില്ലല്ലോ, അന്നേരം മനസ്സിലായല്ലേ? ശരി, ചേർത്ത് ചെയ്യാം. ഓക്കെ, ചെറുതോ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഒന്നുകൂടെ 1 2 3. അത് തന്നെ രണ്ടെണ്ണം ഓരോന്നും 2 പ്രാവശ്യം വെച്ച് ചെയ്യാം, ചേർത്ത് ചെയ്യാനാണ്. ഒന്നുകൂടെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അതല്ലേ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഒന്നുകൂടെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അടുത്തത് 1 2 3 4 1 2 3 4 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3. എന്തൊക്കെ സംശയം? ഒന്നുകൂടെ 2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ ചെയ്യാം, 2 പ്രാവശ്യം ചെയ്യാം. ഇത് ഞാൻ കളയാം. ഒന്നുകൂടെ ആദ്യത്തെ ഒന്നും ചെയ്താൽ മതി. 1 2 3 4 1 2 3 4. അതാണ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായി. നമുക്ക് നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഒരു പദം എടുത്ത മുഴുവൻ സിമ്പിൾ സ്റ്റെപ്സാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സ്റ്റെപ്സാണ്. അതുകൊണ്ട് വളരെ സിമ്പിളാണ്. കാലൊക്കെ വയ്ക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്സ് തന്നെയാണ് അധികം. പിന്നെ വളരെ ഇപ്പോൾ തുടക്കക്കാർക്ക് പോലും പഠിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ സ്റ്റെപ്സ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പദം അടുത്ത ക്ലാസ്സോടുകൂടി ഈ പദം തീരുവാണ്. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിൽ പാട്ടെടുത്തിട്ടില്ല. പാട്ടെടുക്കാൻ നമുക്ക് കുറച്ച് സമയം കിട്ടിയില്ല, പാട്ടെടുത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കുന്ന സ്റ്റെപ്പ് എടുത്തിട്ട് ഈ സ്റ്റെപ്പ് എടുത്ത് അടുത്ത ക്ലാസ്സിൽ പുതിയ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ അതും എടുത്തിട്ട് ഈ പദം ഫുള്ളും നമുക്കത് തീർക്കാം. പിന്നെ എല്ലാവരും ഇത്രയും നേരം ഞങ്ങളുടെ ഈ ക്ലാസ് കണ്ട് പ്രോത്സാഹിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി. ഇത് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടുക. കാരണം സിമ്പിൾ സ്റ്റെപ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും. എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, ഇനിയും പ്രോത്സാഹിപ്പിക്കണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.